അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാൻ അമീർ അലി ചാപ്പനങ്ങാടി. നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ഒരു ബാക്ക് ടെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഇത് നമുക്ക് ഒരു ലാസ്റ്റ് മന്തിലെ റിസൾട്ട് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ജൂലൈ മാസം കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതേപോലെ ചാർട്ട് ഇതേപോലെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ റിസൾട്ട് എന്ന ഭാഗത്ത് ഇവിടെ നടക്കുന്ന ട്രേഡിൻ്റെ റിസൾട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാനത് ഇവിടെ കാണിക്കുന്നില്ല. അത് അവസാനം നമുക്ക് ഈ മാസത്തെ ടെസ്റ്റ് പൂർത്തിയാകുന്ന സമയത്ത് കാണിക്കാവുന്നതാണ്. ബിഗ് പോക്കറ്റ് EA എന്നാണ് EAയുടെ പേര്. ഒരു ദിവസത്തിൽ ഒരു എൻട്രി മാത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അത് ആ രീതിയിലുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഈ ട്രെൻഡ് ലൈനും അതുപോലെ സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ഒന്നുമല്ല ഇതിലെ കാര്യമായി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റിൽ ഏത് കാലത്തും വർക്കാവുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ്. സാധാരണഗതിയിൽ നമുക്ക് ഒരു 3 മാസത്തിൽ പ്രോഫിറ്റ് തരുന്ന ചില സ്ട്രാറ്റജികൾ അടുത്ത 3 മാസത്തിൽ ചിലപ്പോൾ ലോസുകൾ മാത്രമായിരിക്കും. ഇതങ്ങനെയല്ല. ഇത് എല്ലാ കാലത്തും വർക്ക് ചെയ്യും. പക്ഷേ എന്നും ഇത് സക്സസ് ആയിക്കൊള്ളണം എന്നില്ല. ചില ദിവസങ്ങളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, ചില ദിവസങ്ങളിൽ ടാർഗറ്റ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഓരോ എൻട്രി വരുന്ന സമയത്തും 3 എൻട്രികളാണ് എടുക്കുന്നത്. അതായത് ഒരേ എൻട്രി പോയിന്റിൽ തന്നെ 3 എൻട്രികൾ എടുക്കും. ഒന്നിന് $10 പ്രോഫിറ്റും, മറ്റൊന്നിന് $20 പ്രോഫിറ്റും, മറ്റൊന്നിന് $30 പ്രോഫിറ്റുമാണ് ഉണ്ടാവുക. സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ 3നും $10 സ്റ്റോപ്പ് ലോസ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്രോഫിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കി 2 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമുക്ക് $10 മാത്രമേ നഷ്ടം വരികയുള്ളൂ. 2 സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് $30 പ്രോഫിറ്റ് ഉണ്ടാകും. മൂന്നാമത്തതിൽ $10 പോയാൽ ബാക്കി അപ്പോഴും $20 നമുക്ക് ലാഭമായിരിക്കും. ഈ ഒരു രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ, ഞാൻ അവസാനം അതിൻ്റെ റിപ്പോർട്ട് സേവ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഈ 3 ടാർഗറ്റ് അടിച്ച ഇഷ്ടംപോലെ ദിവസങ്ങളുണ്ട്. അതേപോലെ വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് 2 ടാർഗറ്റ് അടിച്ചതും 1 ടാർഗറ്റ് അടിച്ചതുമായ ദിവസങ്ങളും കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സക്സസ് റേറ്റ് ഒന്നും കൂടെ വർദ്ധിപ്പിക്കാൻ അത് ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ബാക്ക് ടെസ്റ്റ് എടുക്കുന്നത് $10,000 വെച്ചുകൊണ്ടാണ്. അത് ഒരു ഡെമോ അക്കൗണ്ടിൽ ഓൾറെഡി $10,000 ആയിരിക്കും ആദ്യം ഉണ്ടാവുക. അത് ഇവിടെ ഒരൊറ്റ ടാർഗറ്റും കൂടി അടിയാനുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് ടാർഗറ്റിൻ്റെ അവിടുന്ന് അത് സ്റ്റോപ്പ് ലോസിൻ്റെ അവിടേക്ക് പോകുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ട്രേഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും കുഴപ്പമില്ല. 2 ടാർഗറ്റ് അടിച്ചതായതുകൊണ്ട് നമുക്കിത് ഇപ്പോൾ നടക്കുന്ന ട്രേഡ് എങ്ങനെയായാലും ലാഭത്തിലായിരിക്കും. മാത്രമല്ല അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രേഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു റിയൽ അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും $500 മാത്രമേ ക്യാപിറ്റൽ ആവശ്യമുള്ളൂ. മാത്രമല്ല ഒരു മാസത്തിൽ നമുക്ക് ഒരു $100 മുതൽ $300 വരെ ലാഭം പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഈ മാസത്തിൽ എത്ര ലാഭമുണ്ട് എന്ന് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മറ്റേതെങ്കിലും മാസത്തെ ഒരു ഇതേപോലത്തെ ഇതിൻ്റെ റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാവുന്നതുമാണ്. നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള മാസങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ മാസത്തെ മാത്രം ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ പോലും നമ്മുടെ ഈ ഒരു റോബോട്ട് പൊതുവേ ലാഭത്തിലാണ് ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ട്. അതിലെ ലാഭത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ നഷ്ടത്തിലേക്ക് വരുന്നുണ്ട്. അതെ, ഒരു ടാർഗറ്റ് അടിച്ചു, 2ാമത്തെ ടാർഗറ്റ് അടിച്ചു, 3ാമത്തെ ടാർഗറ്റ് അടിച്ചു. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ട്രേഡ് നടക്കുന്നത്. ഇനി 2 ടാർഗറ്റ് അടിച്ചു, 3ാമത്തെ ടാർഗറ്റ് അടിക്കാതെ അതിൻ്റെ തൊട്ടടുത്തൊക്കെ നിൽക്കുന്ന സമയത്ത് മാനുവലായിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഇതേപോലെ ഇതിൽ നടക്കുന്ന എല്ലാ ട്രേഡുകളും പരമാവധി പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ നീല കളറിലുള്ള ഈ ലൈൻസ് നമ്മൾ ട്രേഡ് ഇട്ടത് മുതൽ അത് ക്ലോസ് ആകുന്നത് വരെയുള്ളതിൻ്റെ ഒരു ലൈനാണ്. അപ്പോൾ ഏത് സമയത്ത് ഇത് ട്രേഡ് ഇട്ടു എന്നും എത്ര മണിക്കൂറുകൾക്ക് അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് ശേഷം അത് ടാർഗറ്റ് അടിച്ചു എന്നും സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്നൊക്കെ ഈ ലൈൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇവിടെ ഈ റോബോട്ട് നമ്മുടെ ചാർട്ടിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ചാർട്ടായിരിക്കും നമുക്ക് പിന്നെ കാണുക. ഗ്രിഡുകളൊന്നും ഇല്ലാതെ വെളുത്ത നിറത്തിലുള്ള സ്ക്രീനായിരിക്കും. അപ്പോൾ ഇതാണ്
ഈ ഒരു റോബോട്ടിൻ്റെ മറ്റൊരു സിസ്റ്റം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടതുവശത്ത് ഒരു ചെറിയൊരു ഡാഷ്ബോർഡ് ഉണ്ട്. അവിടെ നമ്മുടെ ക്യാപിറ്റലും അതുപോലെ പ്രോഫിറ്റും ഇപ്പോൾ അതിലുള്ളതും അതുപോലെ തന്നെ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ഹൈ ലോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതാനും കുറച്ച് വിവരങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഈ റോബോട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തംജീർ എന്ന് പറയുന്ന ഒരാളുടെ ലൈസൻസിലേക്കാണ്. അപ്പോൾ അതിവിടെ നമ്മുടെ ഡാഷ്ബോർഡിൽ കാണിക്കും. ആരുടെ പേരിലാണോ ഇതിൻ്റെ ലൈസൻസ് ഇപ്പോൾ ഉള്ളത് വെച്ചാൽ അയാളുടെ പേരിൽ ഈ ഒരു ലൈസൻസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻ്റർഫേസിൽ നോക്കിയാൽ കാണുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ട്രേഡ് അവസാനിക്കാൻ പോവുകയാണ്. ഏകദേശം ജൂലൈ 30 എത്തിയിട്ടുണ്ട്. ഇന്ന് 31 ആണെങ്കിൽ പോലും ഇന്ന് മാർക്കറ്റ് ഈ ഒരു എൻട്രി പൊസിഷനിലേക്ക് എത്തിയിട്ടില്ല. ഇത് ഇന്നലത്തെ മാർക്കറ്റിൻ്റെ എൻട്രിയാണ്. ഇതിലൂടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇത് ട്രേഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി ഈ ഒരു പേജ് ഇങ്ങോട്ട് കാണിക്കുകയാണ്. 10,000 ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, 313 പ്രോഫിറ്റും 160 ലോസും ഉണ്ടായിട്ടുണ്ട്. 150 എല്ലാ ലോസും കഴിച്ച് പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മാക്സിമം ഡ്രോ ഡൗൺ പോയിട്ടുള്ളത് $119, 119 സംതിങ്, 120 എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു $500 ഉണ്ടെങ്കിൽ തന്നെ ധാരാളമായിരിക്കും. 500 ഇല്ലെങ്കിലും തുടങ്ങാൻ പറ്റും. ഒരു 300 ഉണ്ടെങ്കിൽ തുടങ്ങാം. പക്ഷേ ഒരു $500 ഉള്ള ഏത് അക്കൗണ്ടിലും ഇത് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്ക് റിപ്പോർട്ട് സേവ് ചെയ്തുകൊണ്ടൊരു ഫയലാക്കി ഒരു HTML ഫയലായിട്ട് ഇത് സേവ് ആവും. അങ്ങനെ സേവ് ആകുമ്പോൾ നമ്മുടെ ബിഗ് പോക്കറ്റ് അതിൻ്റെ പേരുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള സെറ്റിങ്സുകൾ 15 മിനിറ്റ് ചാർട്ടിലാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് 1000 പോയിൻറ്റ്, 2000 പോയിൻറ്റ്, 3000 പോയിൻറ്റ്, അതായത് $10, $20, $30. ടോപ്പ് ലോസ് $10. ഡാഷ്ബോർഡിൻ്റെ കളർ വൈറ്റ്. നമുക്ക് വേണമെങ്കിൽ കളറൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. കളറിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നവർക്ക് ഇതൊന്നൊരു വിഷയമല്ല. അതിൻ്റെ ചാർട്ട് പോയിട്ടുള്ളത് ഇങ്ങനെയാണ്. ആദ്യം പ്രോഫിറ്റ് വന്നു, പിന്നെ കുറച്ച് ലോസൊക്കെ പോയി, പിന്നെയും പ്രോഫിറ്റിലേക്ക് വന്നു, ഇവിടെ എത്തിയപ്പോൾ കുറച്ചൊന്ന് ലോസൊക്കെ പോയി, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രോഫിറ്റൊക്കെ പോയി, ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ലോസൊക്കെ പോയി. ലോസ് ഉണ്ടാവില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ലോസ് ഉണ്ടാവും. ഇവിടെ നമുക്കറിയാം 1/7/2025, അതായത് ജൂലൈ 1 അന്ന് തന്നെ 3 ബൈ ഇട്ടിട്ടുണ്ട്. അത് 3ഉം ടാർഗറ്റ് അടിച്ചു. ഒന്നിൽ $10, ഒന്ന് $20, $30. അപ്പോൾ ഈ ഒരൊറ്റ ദിവസം തന്നെ നമുക്ക് $60 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് 2-ാം തീയതി ട്രേഡ് ഇട്ടിട്ടുണ്ട്. ആ 2-ാം തീയതിക്കത്തെ ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു, അതായത് $30 പോയി. അപ്പോൾ നമുക്കവിടെ $30 അപ്പോഴും പ്രോഫിറ്റാണ്. പിറ്റത്തെ ദിവസമായപ്പോഴേക്ക് 3-ാം തീയതി ആയപ്പോഴേക്ക് ആ കിട്ടിയത് മുഴുവനും പോയി. 1-ാം തീയതി കിട്ടിയത് 3-ാം തീയതിയോടുകൂടി മുഴുവൻ പോയി. 4-ാം തീയതി ആയപ്പോഴേക്ക് നമുക്ക് വീണ്ടും $30 നഷ്ടമായി. പിന്നെ 4-ാം തീയതി അല്ല, സോറി, ഇത് 8-ാം തീയതിയാണ് പിന്നീട് ട്രേഡ് ഉണ്ടാകുന്നത്. ചില ദിവസങ്ങൾ ട്രേഡ് ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവും. 10-ാം തീയതി ആയപ്പോഴേക്ക് നമുക്ക് വീണ്ടും അത് തിരിച്ച് കിട്ടി, അതായത് $30 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ലോസും ഈ ദിവസം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതായത് 11-ാം തീയതിയിലിട്ട നമ്മുടെ ട്രേഡ്, അതിൽ 2 ടാർഗറ്റ് അടിക്കുകയും 1 സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്തു. അതുകൊണ്ട് 2 എന്ന് പറയുമ്പോൾ 10ഉം 20ഉം 30 നമുക്ക് പ്രോഫിറ്റും കിട്ടി. ഒന്ന് പോയും ചെയ്തപ്പോൾ $20 അപ്പം നമുക്ക് അവിടെ പ്രോഫിറ്റായിരുന്നു. ഈ ഒരു സ്ട്രാറ്റജി ഇതിലിങ്ങനെ സെറ്റ് ചെയ്തതിൻ്റെ ഒരു ഗുണം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ദിവസം വീണ്ടും ഇതേപോലെ തന്നെ $30 പോയി. ഇവിടെ നമുക്ക് നോക്കാം, 3ഉം ടാർഗറ്റ് അടിച്ചു, 3ഉം ടാർഗറ്റ് അടിച്ചു, ഇവിടെ 2 ടാർഗറ്റ് അടിച്ചു. ഇങ്ങനെ ഇവിടെ എത്തിയപ്പോഴേക്ക് നമുക്ക് $180 പ്രോഫിറ്റായിരുന്നു. 22-ാം തീയതിയാണ് അത് ദിവസം. ഇങ്ങനെ ഏറ്റവും ലാസ്റ്റത്തെ നമ്മുടെ ട്രേഡ് നടക്കുന്നത് 30-ാം തീയതിയിലാണ്. 30-ാം തീയതിയിൽ നമ്മളെ ടാർഗറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടില്ല. ഇവിടെ ബൈ ആണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ട്രാറ്റജി റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു റോബോട്ടിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്.